ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ഒത്തുവരുവാണെങ്കിൽ പുഷ്പ 2-ന് മുന്നേ അല്ലു അർജുൻ ഈ സിനിമ കാണും. ഓമനക്കുട്ടൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ക്യാരക്ടറാണ്. ബിടെക്കിലെ ആനന്ദ് ഭയങ്കര ഫേവറേറ്റ് ക്യാരക്ടറാണ്. രോഹിത്തിനോട് എപ്പോഴെങ്കിലും നമുക്ക് ഓമനക്കുട്ടന്റെ ഒരു സീക്വലോ പ്രീക്വലോ ചെയ്യണമെന്ന് പറയും. എത്ര നാൾ വേണ്ടിയോ നീ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യാനായിട്ട്? നമ്മളതിന് കൃത്യമായ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ട്. അത് ഉറപ്പായിട്ടും ഓഡിയനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. ഇപ്രാവശ്യം ശരിയായി. നമ്മളിങ്ങനെ ഒരുപാട് കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജിസ് ജോയ്ക്ക് നന്മ ട്രാക്ക് മാത്രമല്ല ബാക്കി എല്ലാ ട്രാക്കും പറ്റുന്നുണ്ടെന്ന് തെളിയിച്ചു എന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കഥ ആദ്യം മുതലേ മൈൻഡിൽ ഉണ്ടായിരുന്നോ? ബൈസൈക്കിൾ തീവ്സ് ഒരു പരിധിവരെ ട്വിസ്റ്റുകളുള്ള പടമായിരുന്നു. കൈൻഡ് ഓഫ് ത്രില്ലറാണ്, പക്ഷെ അത് കുറച്ച് ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു മാത്രം. അപ്പോൾ എനിക്ക് എക്കാലം ഇഷ്ടമുള്ള ഒരു ജോണറാണ് ത്രില്ലർ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ പെർട്ടിക്കുലർ കഥ എന്നെ ഈ ശരത് ആനന്ദ് എന്ന് പറയുന്ന രണ്ടുപേര് വന്ന് പറഞ്ഞിട്ടപ്പോൾ ഒരു 2 വർഷം അടുപ്പിച്ചാവുന്നു. അതിനുശേഷം അന്ന് മുതൽ ഈ സിനിമയുടെ എഴുത്ത് പരിപാടികൾ, ചർച്ചകൾ, ഒരുപാട് ഡ്രാഫ്റ്റുകൾ എഴുതിയൊരു സിനിമയാണത്. അപ്പോൾ 2 വർഷമായി ഇപ്പോൾ ഈ തലവൻ ക്യാരി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം മുതലേ തലവൻ എന്ന് പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ബിജു മേനോൻ, ആസിഫ് അലി തുടക്കത്തിൽ അങ്ങനെ തന്നെയായിരുന്നു, ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു. ആസിഫിക്ക, നമ്മളിപ്പം ബിജു മേനോൻ ചേട്ടനെ ആരുടെ കൂടെ അഭിനയിച്ചാലും നമുക്കൊരു ജെല്ല് കാണാം. ആ 2 കഥാപാത്രങ്ങൾ തമ്മിൽ ഇപ്പോൾ പൃഥ്വിരാജിന്റെ കൂടെ ചെയ്താലും ലൈക്ക് ആരുടെ കൂടെ ചെയ്താലും ഒരു ജെല്ല് കാണാം. അതിന്റെ ഒരു സീക്രട്ട് എന്താ? ലൈക്ക് ഒരു കോ ആക്ടർ എന്ന നിലയിൽ ബീച്ചറിന് ഒരു കോ ആക്ടർ എന്നുള്ളതിനേക്കാൾ എപ്പോഴും ഒരു സുഹൃത്തിനെ പോലെ കാണാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ബീച്ചറിന്റെ ഒരു സ്വഭാവം അതാണ്. എപ്പോഴും സൗഹൃദങ്ങൾക്ക് ഒരുപാട് വില കൊടുക്കുന്ന ഒരാളാണ്. ലൊക്കേഷനിലാണെങ്കിലും ഒരു ഓഫ് ക്യാമറ ആണെങ്കിലും ഒക്കെ ബീച്ചറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആസ്വദിക്കുന്ന നിമിഷങ്ങളിൽ ഇദ്ദേഹമായിട്ടൊരു ഭയങ്കര ആത്മബന്ധം നമ്മൾ അറിയാതെ തന്നെ വരും. അത് ഞാൻ ശരിക്കും ഓർഡിനറി മുതൽ ആസ്വദിക്കുന്ന ഒരു പ്രിവിലേജ് ആണ് ബീച്ചറിന്റെ കൂടെ ഒരു സൗഹൃദം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് സിനിമകൾ ചെയ്തപ്പോൾ ഇപ്പൊ കരിക്കും വെള്ളത്തിൽ മകനായിട്ട് അഭിനയിച്ചപ്പോഴും, വെള്ളിമൂങ്ങയിൽ സുഹൃത്തായിട്ട് അഭിനയിച്ചപ്പോഴും, അല്ലെങ്കിൽ തലവനിൽ സഹപ്രവർത്തനമായിട്ട് അഭിനയിക്കുമ്പോഴും ഒക്കെ ആ ഒരു കെമിസ്ട്രി ഞങ്ങളുടെ ഇടയിൽ ഒരു എന്താ പറയുക, ഒരു വലിയ ഫ്രീഡം അല്ലെങ്കിൽ ഒരു വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സീനിയർ ആക്ടറിന്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ടെൻഷനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പം അത് തന്നെയായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും അദ്ദേഹം കൊടുക്കുന്ന വൈബും. പെട്ടെന്ന് തന്നെ ഒരു കംഫോർട്ട് സോൺ ഉണ്ടാക്കുക. എവിടെ ചെന്നാലും പെട്ടെന്ന് പുള്ളി അത് കെയർഫുള്ളായിട്ട് ചെയ്യുന്നതാണ്. ബേസിക്കലി ഭയങ്കര ഷൈ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ ഒരു സിനിമ സെറ്റിലേക്ക് ചെല്ലുമ്പോൾ പുള്ളിക്ക് അറിയാം അത് അവിടെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ എന്നുള്ളത്. പുള്ളി ഒരു 5 മിനിറ്റ് പോലും വേണ്ട പുള്ളിക്ക്. നമ്മൾ വിചാരിക്കും വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കും, വേറെ ആളോട് സംസാരിക്കുന്ന കാണുമ്പോഴേ 5 മിനിറ്റ് ആയിട്ട് അവൾ പരിചയപ്പെട്ടിട്ട്. അങ്ങനത്തെ ഒരു കഴിവുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഞാൻ ചോദിച്ചതിന്റെ മറുപടി. ആരുടെ കൂടെ കൂടുമ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് ജെല്ല് ചെയ്യാൻ പറ്റുന്നതിന്റെ റീസൺ അതായിരിക്കും. ഓഫ് സ്ക്രീനിലും അപ്പൊ നിങ്ങൾ തമ്മിൽ അതേ ഒരു കെമിസ്ട്രി ആയിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ ഈ ഒരു ബിജു മേനോൻ, ആസിഫ് അലി, ജിസ് ജോ, ഈ ഒരു കൂട്ടുകെട്ട് തന്നെയാണോ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം വന്നത്? അല്ല, ആദ്യം സബ്ജക്റ്റ് തന്നെയാണ്. ആദ്യം പേപ്പറിലുള്ള സാധനം നന്നാവുക എന്നുള്ളതാണല്ലോ. ആര് അഭിനയിക്കുന്നു, ആര് ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. നമുക്ക് പേപ്പറിലുള്ളത് നന്നായാലേ പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ ആ പേപ്പറിലുള്ളതിനെ എത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടർ ആക്ടേഴ്സ് കോംബോ എന്നുള്ളത് നമ്മൾ സെക്കൻഡറി ആണ്. പക്ഷെ അപ്പം സ്ക്രിപ്റ്റ് നല്ലതായിരുന്നു. അതിനൊപ്പം ഇങ്ങനൊരു കോംബോയും ഭയങ്കര ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഭയങ്കര ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ ജസ്സും ആസിഫും ആണെങ്കിൽ അവരെല്ലാ സിനിമകളും 5 സിനിമകൾ ചെയ്തു. 5 സിനിമകളും പ്രേക്ഷകർ അത്ര അങ്ങനെ ഏറ്റെടുത്ത സിനിമകളാണ്. ബീച്ചേട്ടനും ആസി ആണെങ്കിലും ആ കോംബോയും ഭയങ്കര വർക്കൗട്ട് ആയിട്ടുള്ളതാണ്. ഡെഫിനറ്റ്ലി എല്ലാം കൂടെ ഒത്തുവരിക എന്ന് പറയുന്നില്ലേ, അത് എല്ലായ്പ്പോഴും സംഭവിച്ചോളുന്നില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഇപ്രാവശ്യം ശരിയായി. ഒരു പേഴ്സണൽ കംഫർട്ട് സോൺ തന്നെയാണോ ജിസ് ജോയ്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. നമ്മളിപ്പോൾ യാത്ര പോകുന്നത് ഒക്കെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന പോലെ ഇപ്പം സിനിമയാണെങ്കിലും ജിസിന്റെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ആദ്യം മുതലേ സിനിമയിൽ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ മുതൽ നമുക്ക് തുറന്ന അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനും പറയാനും ദേഷ്യപ്പെടാനും പിണങ്ങാനും മിണ്ടാതിരിക്കാനും ഒക്കെ ഉള്ളൊരു സൗഹൃദം ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം ഈ സൗഹൃദങ്ങളുടെ ഇടയിൽ സിനിമകൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്കറിയാവുന്നവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാ സിനിമകൾക്കും ഉണ്ടാകുന്ന ഒരു ഐഡന്റിറ്റി ചിലപ്പോൾ ആ റിലേഷന്റെ ഒക്കെ പ്രത്യേകത ആയിരിക്കും. ആ ഒരു സൗഹൃദം കൂടി ആയിരിക്കും നിങ്ങളുടെ സിനിമകളുടെ കൂടുതൽ വിജയത്തിലേക്ക് കൂടെ ഒരു ഘടകം.
ശതമാനമാണെന്ന് പറയാൻ പറ്റില്ല. ആ സൗഹൃദം കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ടെന്ന് വെച്ച കുറെ സിനിമകളുണ്ട്. മ്യൂച്വലി കഥ കേട്ടിട്ട് വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള ഒരു സ്പേസ് ആണ് ആ സൗഹൃദം കൊണ്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് രണ്ടുപേർക്കും കൊള്ളാം എന്ന് തോന്നുന്ന അതാണല്ലോ ഇപ്പൊ അരുൺ പറഞ്ഞതിന്റെ എക്സ്റ്റൻഷൻ ആണത്. പേപ്പറിലുള്ളത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ക്യാരക്ടറിലോട്ട് കാർത്തിക് വാസുദേവനിലോട്ട് എത്താനായിട്ട് ആസിഫിക്കായ്ക്ക് ലൈക്ക് എത്ര സമയം വേണ്ടി വന്നു, ലൈക്ക് എത്ര നാൾ വേണ്ടി വന്നു ഈ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യാനായിട്ട്? അയ്യോ, അങ്ങനെ ഭയങ്കരമായ പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു ഈ ക്യാരക്ടർ. കാർത്തികിന്റെ സ്വഭാവം എന്താണെന്നും കാർത്തിക് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നും ഒക്കെ ഉള്ളത് ഒരു ബാക്ക് സ്റ്റോറി ആയിട്ട് ഞങ്ങളും വർക്ക് ചെയ്തിരുന്നു. പിന്നെ അത് നമ്മൾ ചെയ്ത് തുടങ്ങി ഏകദേശം സീൻ ഓർഡറിൽ തന്നെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അത് വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു ഈ സിനിമയ്ക്ക്. അപ്പം ഞങ്ങൾ ആദ്യം മുതൽ വരുമ്പോൾ കാർത്തിക്കിന് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നുണ്ട് ഈ 3 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ വാങ്ങിച്ച ഒരാളാണ്. അതിൽ തന്നെ ഇയാളുടെ ക്യാരക്ടർ ഉണ്ട്, ഇയാൾ പ്രതികരിക്കുന്ന രീതിയിൽ ഡയലോഗ്സിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ ഇപ്പം ഈ ചെയ്ത് ഒരു ക്ലാരിറ്റി വന്ന ഒരു ക്യാരക്ടറാണ്. ആസിഫിക്കാനെ ഇപ്പോൾ ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മെന്റലി ആ ഒരു ക്യാരക്ടറിനോട് ഒരു കണക്ഷൻ തോന്നാറുണ്ടോ? ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചാന്തുപൊട്ടിന് ശേഷം ഒരുപാട് നാള് ഇങ്ങനെ ഒരു കണക്ഷൻ ആ ഒരു ക്യാരക്ടറിനോട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കാർത്തിക് വാസുദേവൻ അല്ലെങ്കിൽ പോലും മറ്റു ക്യാരക്ടേഴ്സ് ഇപ്പോൾ ജിസ് ജോയ്സറിന്റെ ആണെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്തപ്പോൾ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനോട് അങ്ങനെ കണക്ഷൻ തോന്നുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർ അപ്രീഷിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സിന് ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പം അങ്ങനെ നോക്കിയാൽ എനിക്ക് ആദ്യം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ ചെയ്യുന്ന സമയത്ത്. ഓമനക്കുട്ടൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ക്യാരക്ടറാണ്. ബിടെക്കിലെ ആനന്ദ് ഭയങ്കര ഫേവറേറ്റ് ക്യാരക്ടറാണ്. സൺഡേ ഹോളിഡേ അമൽ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. സ്ലീവ് അച്ഛൻ ഒരുപാട് പേരെടുത്തുന്ന ഒരു ക്യാരക്ടറാണ്. ഗോവിന്ദ് ഒരുപാട് പേരെടുത്തുന്ന ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സിനെ മിസ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇപ്പം ഞാൻ രോഹിത്തിനോട് എപ്പോഴെങ്കിലും നമുക്ക് ഓമനക്കുട്ടൻ്റെ ഒരു സീക്വലോ പ്രീക്വലോ ചെയ്യണമെന്ന് പറയും. കാര്യം എനിക്ക് ആ ക്യാരക്ടർ കുറെ കൂടെ നന്നാക്കി ചെയ്യണം, അല്ലെങ്കിൽ ആ ക്യാരക്ടർ കുറച്ചും കൂടെ റീച്ച് കിട്ടണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ട് ക്യാരക്ടേഴ്സിന്. ഈ നമ്മൾ ഈ പോലീസ് വേഷങ്ങൾ അങ്ങനത്തെയൊക്കെ റോൾസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അല്ലാത്ത ഈ പോലീസുകാർ അവരുടെയൊക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കാറുണ്ടോ? ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം ഈ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരു സമയത്ത് മടി ഉണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിരിക്കണം ഹീറോസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ അത്തരത്തിലുള്ള ഒരു റിയൽ ലൈഫ് പോലീസുകാരനെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കാണുന്ന പോലീസുകാർ യൂണിഫോം മാറ്റിയ നമ്മളെ പോലെ തന്നെ ഇരിക്കുന്ന സാധാരണക്കാരാണ്. അപ്പം അങ്ങനെ അങ്ങനെ ലൈക്ക് ഈ പോലീസുകാരുടെ വാച്ച് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പം പേഴ്സണൽ ലൈഫിൽ ഇന്ററാക്ട് ചെയ്തിട്ടുള്ള കുറെ പോലീസുകാരുടെ അവരുടെ ഒരു സ്വഭാവം ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് പോലീസുകാർ രാവിലെ എഴുന്നേറ്റ് യൂണിഫോം ഇടുന്നതിന്റെ കൂടെ അവരൊരു ക്യാരക്ടറും കൂടെ പിടിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന എവറിഡേ പോലീസ് ഓഫീസേഴ്സ്. കാര്യം അവർക്ക് ആളുകളെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ആളുകളോട് സംസാരിക്കുന്ന രീതിയും അതിനൊരു പോലീസ് സ്വഭാവം തന്നെയുണ്ട്. അപ്പൊ അത് ചെറിയ രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഇവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ടൈപ്പ് ഓഫ് സ്റ്റോറി ആണല്ലോ, അത് അവിടെ കഴിഞ്ഞോ അതോ ഇനിയും നമുക്ക് ഇതിന്റെ പാർട്സ് പ്രതീക്ഷിക്കാം? അതിനൊരു കുറച്ചൊരു വെയിറ്റേജ് കൂടെ കൊടുക്കുക, കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉറപ്പായിട്ടും അതിനൊരു മറുപടി ഇപ്പൊ നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇതാകുന്നതാണെങ്കിലും പേഴ്സണലി നമ്മളെ വിളിക്കുന്നവരൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിനൊരു പ്രോപ്പർ ഒരു മറുപടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മൾ അതിന് കൃത്യമായ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ട്. അത് ഉറപ്പായിട്ടും ഓഡിയനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ക്ലാരിറ്റി ഉണ്ടാവുന്ന പറഞ്ഞത് നമുക്ക് പഠിച്ച ജോലിയൊക്കെ നീ ചെയ്യാൻ പോയിരുന്നില്ല. അതറിഞ്ഞോണ്ടാണല്ലോ അത് ആ വഴിക്ക് പോയത്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജിസ് ജോയ് ചേട്ടന്റെ ഇതിനു മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഞാൻ കണ്ടു അല്ലു അർജുൻ തൊപ്പിയും കണ്ണാടിയും വെച്ചിട്ട് വന്ന് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ പുഷ്പ 2 ലൈക്ക് എന്തായി, എവിടെ വരെ ആയി? പുഷ്പ 2ന്റെ നമ്മളെ ഒരു ബുക്ക് ചെയ്തിരിക്കുന്നത് ജൂലൈയിൽ ഡബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. തലവൻ 2 ഉണ്ടെങ്കിൽ അതിനു മുമ്പ് പുഷ്പ 2 തീർക്കണം വിളിച്ചു പറഞ്ഞു. അപ്പൊ സന്തോഷമാണ് ഈ പുഷ്പയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പുഷ്പ നമ്മൾ ഫസ്റ്റ് ഡബ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ഇപ്പൊ ഉടനെ ഉണ്ടാവില്ല, 2-3 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. സിനിമകൾ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ബ്ലെസ്സിങ് സംഭവിക്കുമ്പോഴാണ് ഓരോ സിനിമയും വിജയിക്കുന്നത്. അതിനിടയ്ക്ക് നമുക്ക് ജോലി ചെയ്യാം, എഫോർട്ട് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷെ എവിടെ നിന്ന് ഒരു ബ്ലെസ്സിങ് വരാനുണ്ട്. അത്തരം ബ്ലെസ്സിങ് വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ അതിന് വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു മലയാള സിനിമ ചെയ്തു, ഇത് കേരളത്തിൽ റിലീസായി, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇതിന് ഏറ്റവും ട്രമെൻഡസ് ആയിട്ട് റിവ്യൂസ് വരുന്നത് അതർ ലാംഗ്വേജസ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം മലയാളത്തിൽ ഈ സിനിമ കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം കൂടി. എല്ലാ ഷോസും ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഇപ്പൊ ഞങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഈ തമിഴില് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയെ പറ്റി എടുത്ത് അവരുടെ ഒരു ഫുൾ എപ്പിസോഡായിട്ട് സിനിമയുടെ റിവ്യൂ ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് തമിഴിൽ ഒരുപാട് ആക്ടേഴ്സ് കണ്ടു. അവർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സ്പെഷ്യൽ ഷോ അവിടെ അറേഞ്ച് ചെയ്യാൻ നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഒത്തു വരുവാണെങ്കിൽ പുഷ്പ 2-ന് മുന്നേ അല്ലു അർജുൻ ഈ സിനിമ കാണും. അങ്ങനെ ഞങ്ങളൊക്കെ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലേക്ക് ഈ സിനിമ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, ഈ ആദ്യം മുതലുണ്ടായിരുന്ന ഒരു ബ്ലെസ്സിങ് ഇപ്പോഴും ഈ സിനിമയ്ക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനിയും ഇപ്പൊ ഞങ്ങള് ഇതിന്റെ തിയേറ്റർ റെസ്പോൺസ് നേരിട്ടറിയാൻ ഈ ഷോ കഴിഞ്ഞിട്ട് പല സിനിമ തിയേറ്റേഴ്സിലും തിയേറ്റർ വിസിറ്റ് നടത്തുമ്പോൾ ആളുകളോ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇത് ഞങ്ങളുടെ ഇപ്പൊ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളത് ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ ഈ സിനിമ കാണണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പ്രഷറും കൊടുക്കാതെ, അല്ലെങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യാതെ അവരത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ നല്ല സിനിമയാണെങ്കിൽ എപ്പോഴും ഒരു വേർഡ് ഓഫ് മൗത്ത് അല്ലെ മൗത്ത് പബ്ലിസിറ്റിയിൽ കൂടെ സിനിമയ്ക്ക് റീച്ച് കിട്ടും എന്ന് പറയുന്നത് വീണ്ടും തെളിയിക്കപ്പെടുവാണ് ഇവിടെ. ഇതൊരു സസ്പെൻസ് ഫാക്ടർ ഒളിച്ചിരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ സസ്പെൻസ് പുറത്തു വരാനും നിങ്ങളോട് കഥ പറയാനും ഒക്കെ ആളുകൾ ഒരുപാട് ധൃതി കൂട്ടിയേക്കാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നതിന് മുന്നേ തിയേറ്റേഴ്സിൽ തന്നെ പോയി ഈ സിനിമ കാണുക. ഇനിയും ഇതൊരു വലിയ വിജയമാക്കി തരിക. താങ്ക് യു.